ഞങ്ങളും കൈയടിച്ചു ലാലേട്ടനെ കണ്ടപ്പോ. ലാലേട്ടനോ സങ്കടമാണ് ഇപ്പൊ തോന്നിയത്. അപ്പൊ ആ മേളിൽ നിന്ന് 4 പേര് പൊക്കിയിട്ട് താഴെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് താഴെ ഇട്ടായിരുന്നു. മഞ്ചേട്ടന്റെ കൂടെയുള്ള എന്തെങ്കിലും മെമ്മറി? ഒരു ബിഗ് ബ്രദർ ആയിരുന്നു, കെയറിങ്ങും ആ തമാശയും കൊണ്ട് ഫുൾ ത്രൂ ഔട്ട്. അവിടെ ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ടൈം പോകുന്നത് അറിയില്ലായിരുന്നു. എനിക്കെല്ലാം കുറെ ഡ്രസ് ചെയ്യാൻ കുറെ അവസരങ്ങൾ കിട്ടി. യൂണിഫോം ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നില്ലേ, മഞ്ഞ കിട്ടും ചെയ്തു കേട്ടോ. അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു അതിന്റെ വാല്യൂ അറിഞ്ഞില്ല. ഐ ഫീൽ ബാഡ്. സമ്മർ ഇൻ ബെത്ലഹേം റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പൊ അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ആരാന്നറിയണ്ടേ? അതില് മഞ്ജു ചേച്ചിയുടെ കസിൻസ് ആയ കുട്ടിപ്പട്ടാളാണ്. കുട്ടിപ്പട്ടാൾ ഇപ്പൊ വലുതായി, എന്നാലും നമ്മുടെ മനസ്സിൽ കുഞ്ഞായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സമ്മർ ഇൻ ബെത്ലഹേം റിലീസ് എന്നുള്ളൊരു വാർത്ത കേട്ടപ്പം ശരിക്കും എന്താ തോന്നിയത്? എന്തായിരുന്നു മനസ്സിലുള്ള ഒരു ഫീലിംഗ്? വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങളും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് മൂവി റിലീസ് ചെയ്യും എന്നുള്ളത്. അപ്പം എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ത്രിൽഡായി. പിന്നെ എന്താ പറയുന്നത്, ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ലൈക്ക് എല്ലാവരും കാണാൻ പറ്റി. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കണക്റ്റഡ് ആയി. അതൊക്കെ തന്നെ വെരി ബ്ലെസ്സിങ്. പണ്ടത്തെ കുഞ്ഞു മുഖങ്ങളാണ് നമുക്ക് ഓർമ്മ. ഇപ്പൊ എന്താണ് ചെയ്യുന്നത് അതൊന്നും അറിയില്ല. അപ്പൊ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ? ഇത് കൃഷ്ണ അല്ലേ? കൃഷ്ണ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗിന്റെ വർക്ക് ചെയ്യാണ്, ആ ഫീൽഡിൽ വർക്ക്. പക്ഷെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളിൽ കൃഷ്ണ വന്നിട്ടുണ്ട്. ഈവൻ സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയ ആളാണ്. അത് മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും കൂടെ ഒന്നിച്ച് അല്ലെ? അവരെല്ലാം ഒന്നിച്ചല്ലേ തന്നെ. ശരിക്കും അന്ന് അറിയായിരുന്നു ഇത്രയും വലിയ സ്റ്റാർസ് ആണ് എനിക്ക് ഈ സമ്മാനം തരുന്നത്? അന്ന് എനിക്ക് 10 വയസ്സായി. അപ്പം ഓഫ് കോഴ്സ് അവര് വലിയ സ്റ്റാർസ് ആണെന്നറിയാം. പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു അതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മേ ബി നമ്മളൊരു ടീനേജ് ഒക്കെ ആയി, മേ ബി ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇവർ ആ ഒരു ഫോട്ടോ കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ എത്രത്തോളം വലിയൊരു കാര്യമാണ് അതൊന്ന് മനസ്സിലാവും. ഓഫ് കോഴ്സ് ഇവർ വലിയ ആക്ടേഴ്സാണ് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും ആ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രായം വരുമ്പോഴേ ഇപ്പം നമ്മളത് ഒന്നും കൂടെ തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഒരുപാട് മൂവീസ് ആയാലും ആൽബംസ് ആയാലും എനിക്ക് തോന്നുന്നു നമ്മളുടെ 90s കിഡ്സിന് ഓർത്തെടുക്കാൻ പറ്റുന്നത് കുറിഞ്ഞി പൂമൊഴി എന്ന് പറയുന്ന ഒരു ആൽബമാണ്. അത് ഒരു ഫോറസ്റ്റ് ഫയറിന് അഗെയിൻസ്റ്റ് ആയിട്ട് സീഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യു ഫിക്ഷൻ പോലത്തെ ഒരു ഇതാണ്. ഇതെല്ലാം സെയിം വർഷമാണ് ആക്ച്വലി. കണ്ണെഴുതിപ്പൊട്ടും തൊട്ട് കണ്ടിട്ടാണ് എന്നെ അതിലേക്ക് വിളിക്കുന്നത്. അത് 99 ആണ്. നമ്മുടെ ഈ സമ്മർ ഇൻ ബെത്ലഹേമും കണ്ണെഴുതിപ്പൊട്ടും തൊട്ട് 98 ആണ്. തൊട്ടടുത്ത വർഷങ്ങൾ, അടുത്തടുത്ത വർഷങ്ങള്. പിന്നെ എന്തുകൊണ്ടാണ് മൂവീസ് പിന്നെ ചെയ്യാതെ പോയത്? പിന്നെ ഞാൻ 11th സ്റ്റാൻഡേർഡിലാണ് ലാസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തം. അതെ. എപ്പോഴെങ്കിലും ഇതുപോലെ പ്രൊമോഷന് വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കണം അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും കൃഷ്ണയ്ക്ക് തോന്നിയിരുന്നോ? ഇങ്ങനെ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ആക്ച്വലി ഒരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ഇങ്ങനെ പോയിട്ടുണ്ട് ആസ് എ പ്രൊഡ്യൂസർ. ഞാൻ പോയിട്ടുണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഇവരൊക്കെ എത്ര പ്രാവശ്യം ഇങ്ങനെ നിൽക്കുന്നത്, ഇവിടെ വരുന്നു അവിടെ പോകും. അപ്പൊ ഒരിക്കലും നമ്മൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. ഇവന്റ് ഉണ്ടാവും അറിയാം, എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയി എല്ലാവരുമായിട്ട് ഒരുമിച്ച് പടം കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ഇന്ന് ഞാൻ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു എന്തോ ഒരു ടോക്ക് എന്തോ ഉണ്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ബാക്ക് ടു ബാക്ക് ഇന്റർവ്യൂസ് ഇപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. ബിക്കോസ് നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണല്ലോ ഈ പടം റിലീസ് ആവുന്നോ, ഈ തിരിച്ച് ഈ പടത്തിന്റെ പേരിൽ നമുക്കൊക്കെ വരാൻ പറ്റുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ലല്ലോ. ഒരുപാട് സന്തോഷം. ഓക്കെ ഫൈൻ. കമ്മിങ് ടു അൻസു ആണെന്ന് തോന്നുന്നു ആ കുട്ടിപ്പട്ടാളത്തിലെ ഏറ്റവും കുഞ്ഞാവ. ആ ഒരു കൺസിഡറേഷൻ സെറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു കെയറും ഒരു ഇന്നസെൻസും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഒരേ പ്രായമാണ്. ഒരേ പ്രായമാണ്. ഞങ്ങൾ ഈ ഹൈറ്റ് ഓർഡറിൽ പോകുമ്പോ ഏറ്റവും യങ്ങസ്റ്റ്. പിന്നെ ഷീ വാസ് ലൈക്ക് എ ഡോൾ. അപ്പോഴും ഭയങ്കര പാവം, അത്ര വാശിയൊന്നുമില്ല, കുരുട്ട് ബുദ്ധിയില്ല. നിങ്ങളായിരുന്നു ഏറ്റവും വലിയ കുസൃതികള്. ഞാൻ ആക്ച്വലി ചോദിക്കാതിരിക്കായിരുന്നു സെറ്റില് ഏറ്റവും കുസൃതി ആരായിരുന്നു എന്ന്. നിങ്ങളായിരുന്നു. എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർത്തെടുക്കാൻ ഇഷ്ടം പോലെ അതിന് തന്നെ ഒരു എപ്പിസോഡ് വേണ്ടി വരും. ഷീ റിമെമ്പേഴ്സ് കുറെ കാര്യങ്ങള്. എനിക്കൊക്കെ അതെ കുറച്ച് ഇൻസിഡന്റ് നമ്മൾ വന്നിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ചേച്ചി പറഞ്ഞത് അന്ന് ഓർമ്മയുണ്ടോ വാശി പിടിച്ച് കരഞ്ഞത്? ആണോ? ഒരു കോസ്റ്റ്യൂം തരുമ്പോ അലയ്ക്കും കൃഷ്ണയ്ക്കാണ്
കുറച്ചും കൂടി അയ്യോ ഞങ്ങൾക്ക് ആ കളറ് മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി. പിന്നെ സതീഷ് ഏട്ടനായതുകൊണ്ട് അവിടെ വെച്ച് തന്നെ അത് സോൾവ് ആക്കി ഓരോരുത്തരുടെ അടുത്ത സീനിൽ മോൾക്ക് ഇതിലും നല്ല ഡ്രസ്സാണ് ഇപ്പൊ ഇത് ഇടൂ എന്ന് പറഞ്ഞിട്ട് ആ സതീഷ് ഏട്ടൻ തന്നെ സോൾവ് ആക്കിയൊക്കെയാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അങ്ങനെ വാശിക്കാരികളായിരുന്നു. അൻസു പക്ഷെ പാവമായിരുന്നു തോന്നുന്നു. ഞാനൊക്കെ ഭയങ്കര പാവമായിരുന്നു. ആക്ച്വലി അൻസുന്റെ വേറൊരു മൂവി ഞാൻ ഓർത്തെടുക്കുന്നത് മായപ്പൊന്ന. എങ്ങനെയാണ് അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കരച്ചിലും ഒത്തിരി ഡയലോഗും ഒക്കെ എങ്ങനെ പഠിച്ച് ചെറുതായിരുന്നപ്പോ കുറച്ച് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മായപ്പൊന്നോൻ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സമരൻ ബദലേമിലോട്ട് വരുന്നത്. പിന്നെ ഒരു 18 മൂവീസിന്റെ അടുത്ത് ചെയ്തു. പക്ഷെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് സമരൻ ബദലേം തന്നെയാണ്. നല്ല മെമ്മറീസ് ആണ് എപ്പോഴും. ഈ മൂവിയോട് സ്പെഷ്യലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞങ്ങളുടെ ഗ്യാങ്, ആ ഫ്രണ്ട്ഷിപ്സ്, കസിൻ അങ്ങനെയൊന്നും നമുക്ക് എന്താ കാസ്റ്റ് അങ്ങനെയൊന്നും അറിയില്ല. ഇത് കസിൻസ് നമ്മള് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഓ ഇതൊരു ഷൂട്ടിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അത് ഞങ്ങള് കസിൻസ് ആയിരുന്നു, ഞങ്ങള് ഫ്രണ്ട്സ്. ആ ഒരു കസിൻസ്മാര് വഴക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും വഴക്കുണ്ടാവും, പിന്നെ അൻസിനെ കരയിപ്പിക്കും എന്തെങ്കിലും. പിന്നെ ഒരു മെമ്മറി വരുന്നത് മഞ്ജു ചേച്ചി ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ കരയുന്ന എന്തോ ഒരു കൂട്ടത്തില് പിടിച്ച മടിയിലിരുത്തി മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. ഷി വാസ് വെരി സ്വീറ്റ് ആൻഡ് സ്റ്റിൽ ഷീ ഈസ് വെരി സ്വീറ്റ്. ഒരു ആ വൈബേ മാറിയിട്ടില്ല, സെയിം പേഴ്സൺ. ഞാൻ ഇപ്പൊ കറന്റ്ലി ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു യോഗ ഇൻസ്ട്രക്ടറും കൂടെയാണ്. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇതിൽ കണ്ടു യോഗ ചെയ്യുന്ന ആളാണ്. അതെങ്ങനെയാ? ഞാൻ കോഴ്സ് പഠിച്ചു ആൻഡ് നൗ പ്രൊഫഷണലി യോഗ ഇൻസ്ട്രക്ടർ ആണ് പാർട്ട് ടൈം. ഓക്കെ. അപ്പം സിനിമ എന്നുള്ളൊരു മോഹം എപ്പോഴെങ്കിലും ഉള്ളിലുണ്ടായിരുന്നോ? പിന്നെ അപ്പം അങ്ങനെ എന്താ പറയാ, അതിന്റെ പുറകെ അങ്ങനെ പോയിട്ടില്ല. ലാസ്റ്റ് മൂവി ചതിക്കാത്ത ചന്തമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. ഈ സ്കൂളിലൊക്കെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഒക്കെ വരുമല്ലോ, പിന്നെ ആ ലൈനൊക്കെ കട്ടായി, സ്റ്റഡീസ് അങ്ങനെ പോയി. അപ്പൊ സമരൻ ബദലേമിൽ വീണ്ടും ആൻസുനെ നമുക്ക് കാണാം. ഞങ്ങളുടെ എല്ലാവരുടെയും ആൻസുനെ അത് ശരിക്കും ഒരു പ്രത്യേക ഒരു രസമല്ലേ? നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണെങ്കിലും നമ്മൾ ഇപ്പൊ എടുത്ത് നോക്കും, ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ്. അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോ എന്താ തോന്നുന്നത് ശരിക്കും? ഇനി സ്ക്രീനിൽ കാണുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ അത് എടുക്കാൻ പോകുന്നത്? ഇറ്റ്സ് ലൈക്ക് ഓൾറെഡി ഞങ്ങൾക്ക് ഒരുമാതിരി ബട്ടർഫ്ലൈസ് ആണ് കാണുമ്പോൾ. ബിക്കോസ് ഇപ്പൊ ഒരാൾക്ക് ഒരു പോസ്, മഞ്ജു ചേച്ചിയാണ് ഞങ്ങളുടെ കൂടെ ഒരു പോസ് ആണെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും സെയിം പോസ് വേണം. അപ്പൊ ഞങ്ങൾ 3 പേരും ബാക്ക് ടു ബാക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ്. സുരേഷ് അങ്കിൾ ആണെങ്കിലും ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഇൻഫാക്ട് ആരെങ്കിലും കണ്ടാൽ എനിക്കും വേണം ആ സെയിം ടൈപ്പ് ഫോട്ടോ. സോ ഞങ്ങൾക്ക് കുറെ ഫോട്ടോസ് എന്തോ ഞങ്ങള് കട്ട് പേസ്റ്റ് കോപ്പി ചെയ്ത മാതിരിയാ, സെയിം ആയിട്ട് എടുത്ത് നിൽക്കണോ, ഇങ്ങനെ എടുത്ത് നിൽക്കുന്നു. ബട്ട് outside the movie also we have many photographs. കുറെ ഉണ്ട്. ഞങ്ങളെപ്പോൾ കുത്തി മറിയണം, നേരെ നിൽക്കുന്ന ഫോട്ടോസ് ഒന്നുമില്ല. ഇവർ ഇതർ കുത്തി മറിയ, ബോളിന്റെ പുറകെ നടക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയരുത് ഇത്രയും വലിയ സ്റ്റാർസ് ആണ് നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നോ? ഇല്ല, നോ ഐഡിയ. എനിക്ക് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് മോഡ് പ്ലേ ടൈം ആയിരുന്നു. അപ്പൊ മഞ്ജു ചേച്ചി ഉണ്ട്, എനിക്കൊന്നും ജയറാമക്കളുടെ വൈഫും അവരും കൂടെ ഉണ്ടായിരുന്നു കളിക്കാൻ കുറച്ച് ദിവസത്തേക്ക്. സോ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് സ്റ്റാർ കാസ്റ്റ്. ഇപ്പൊ നോക്കുമ്പോഴാണ് ഓ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ആയിരുന്നു അല്ലെ നമ്മൾ. ആക്ച്വലി അവരെടുത്തായിരുന്നു നമ്മൾ അധികാരം എടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ദേ വർ റെസ്പോണ്ടിങ് ഓൾസോ സോ വെൽ. They treated us like their own family, which was ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു പ്രിവിലേജ്. രാലി ഇപ്പം സിംഗർ കൂടെയാണ് അല്ലേ? എന്താ ശരിക്കും പ്രൊഫഷൻ? ഞാൻ അക്കാഡമിക്കലി ആം എ ഫങ്ഷണൽ ന്യൂട്രീഷൻ എക്സ്പേർട്ട് ആൻഡ് സിംഗിങ് ഇസ് ഓൾസോ ലൈക്ക് ഒരു മേജർ ഹോബി ആയിരുന്നു. പിന്നെ അത് പ്രൊഫഷനും കൂടിയായി. എല്ലാ ഇന്റർവ്യൂലും ഒരു പാട്ട് വെച്ച് പാടിയെന്ന് എനിക്ക് മനസ്സിലായി. പുറത്തൊന്നും പറയുന്നുണ്ട്, പാടാൻ. മറ്റു 2 പാട്ട് കണ്ടു. ആൻഡ് ഓൾസോ വെരി നൈസ്. നമുക്കത് പാടാം. ഞാൻ നോക്കട്ടെ. മാരവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകം മൂടിക്കൂട്ടാൻ മേടസൂര്യൻ കാവലാകാൻ മേഘരാത്രി. ഓക്കെ. ആക്ച്വലി എനിക്ക് തോന്നുന്നു അലേനെ ഞാൻ പിന്നെ മൂവീസ് കണ്ടിട്ടില്ല. ഏതെങ്കിലും മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഒരു 9 മൂവീസിൽ അഭിനയിച്ചു. കളിയൂഞ്ഞാൽ ചെയ്തു. അതായത് മുമ്പാണോ അത്? പിന്നെ ഇന്നസെന്റ് കഥകൾ,
തട്ടകം, പിന്നെ തമിഴായിരുന്നു എന്റെ ലാസ്റ്റ് മൂവി, തിരുനെൽവേലി പറഞ്ഞ പ്രഭു നിരോജയുടെയും കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എങ്ങനെയാ ആക്ച്വലി സമ്മറിൻ ബെത്ലഹേമിലേക്ക് അല്ല വരുന്നത്? അച്ഛൻ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മൂവി ഇൻഡസ്ട്രിയിൽ, അപ്പൊ ആള് ഫൈനാൻസ് ചെയ്യായിരുന്നു ചില മൂവീസ്. അപ്പൊ അങ്ങനെ ത്രൂ കോണ്ടാക്ട് പ്ലസ് സമ്മറിൻ ബെത്ലഹേം, ഐ മീൻ ഒരു വെക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കേഷൻ ടൈമിൽ അച്ഛന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പറയും ഇങ്ങനെ ഒരു മൂവി ഉണ്ട് പോണോ. പക്ഷെ ഐ തിങ്ക് കളിയൂഞ്ഞാലായിരുന്നു ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് അറ്റൻഡൻസ് ആയിരുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. എന്റെ സ്കൂള് ആക്ച്വലി സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ വീട്ടിൽ ഒരു 11th ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ പഠിത്തം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള എനിക്ക് തോന്നുന്നു. ഇപ്പത്തെ ജനറേഷനിൽ കുറച്ചും കൂടെ അങ്ങനെ, നമ്മളൊക്കെ പാരന്റ്സ് ആകുമ്പോ അങ്ങനെ വെക്കില്ലല്ലോ, പാഷന് പോയിക്കോ. നമ്മുടെ പാരന്റ്സിന്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഇത് കഴിഞ്ഞിട്ട് നീ വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ അപ്പത്തേക്കും നമ്മുടെ റൂട്ട് മാറും. പിന്നെ കൃഷ്ണയോട് എനിക്ക് ഒരു കാര്യത്തോട് ചോദിക്കാനുണ്ട്. ശരിക്കും ആന എടുത്തെറിഞ്ഞു നാറാണത്ത് തമ്പുരാനിൽ? ആന തൊട്ടടുത്തല്ലേ ഷൂട്ട് ചെയ്തേ? ആക്ച്വലി അത് ഈ ഇങ്ങനെ മറിച്ചിടുന്നത് ഡമ്മിയാണ്. പക്ഷെ മേളിന്ന് തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റണ്ട് ത്യാഗരാജൻ മാസ്റ്റർ അങ്കിളാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ഉറപ്പില്ല കേട്ടോ. അപ്പൊ മേളിന്ന് 4 പേര് പൊക്കിയിട്ട് താഴെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് താഴെ ഇട്ടായിരുന്നു എന്നെ. ഞങ്ങള് ഉണ്ട്, പക്ഷെ ഞങ്ങളത് കഴിഞ്ഞിട്ട് അറിഞ്ഞത്. ഇവര് ആക്ച്വലി ജയറാമങ്ങളുടെ കസിൻസ് ആയിട്ട് ഇവരുണ്ട്. ഞാൻ പക്ഷെ ചൈൽഡ്ഹുഡ് അങ്ങോട്ട് ഇതിലായിരുന്നു, ബാക്ക് സ്റ്റോറിയിലായിരുന്നു ഉണ്ടായിരുന്നു. ആനയുടെ ഫ്രണ്ടിൽ കടന്നു കേട്ടോ, കുറെ നേരം കടന്നു. ആനയുടെ തുമ്പിക്കയുടെയും കാലിന്റെയും നടുക്കായിട്ട് കുറച്ചധികം നേരം കടന്നായിരുന്നു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. ഓക്കെ, ഇനി നിവിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂട്ടത്തിലെ സീനിയർ മാത്രല്ല സിനിമകളുടെ എണ്ണത്തിലും സീനിയർ തന്നെയാണ്. എത്ര സിനിമ? 70 സിനിമ. ഓ, 70 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജമാണിക്യത്തിലെ മല്ലി അല്ലേ? ശരിക്കും സിനിമ തന്നെയായിരുന്നു. കനകാംബരം എന്നായിരുന്നു അല്ലേ മല്ലിയുടെ? ആ, ഓക്കെ ഓക്കെ, മല്ലിയുടെ അനിയത്തി. ചെറുപ്പം തൊട്ട് ഇങ്ങനെ സിനിമയായിരുന്നോ ആഗ്രഹം? ഇല്ല, ഞാനൊരു 4 വയസ്സിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് മൂവി മിമിക്സ് ആക്ഷൻ 500 എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ റോട്ടിന്ന് നമ്മളെ ഒരു കൈ തന്ന് നമ്മളെ കയറ്റുക എന്ന് പറഞ്ഞ പോലെയായിരുന്നു ആ മൂവി ചെയ്തത്. ഡാൻസ് ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ അടുത്തൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് നിന്നപ്പോൾ എൻ്റെ ആ അപ്പിയറൻസ് ഒക്കെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ വിളിച്ചു, അങ്ങനെ ആ മൂവിയിൽ അഭിനയിച്ചു. പിന്നെ തുടരെ കുറേ പടങ്ങൾ, എറണാകുളത്ത് വരുന്ന കുറേ പടങ്ങൾ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് സല്ലാപത്തിൽ നിന്ന് ഓഫർ വന്നത്. അതായത് കുറേ കാസ്റ്റ് നോക്കിയതാണ്. ഓഡീഷനൊക്കെ എടുത്തപ്പോൾ ബിന്ദു ആന്റിയുടെ ഒരു ഫിഗറായിട്ട് കുട്ടിയെ കിട്ടിയില്ല. അന്ന് ഞാൻ നല്ല ചബ്ബി ഇപ്പോഴുമാണ്, എന്നാലും അത് ഇതിലും കുറച്ചും കൂടി ആയിരുന്നു ആ ടൈമിൽ. അപ്പൊ എന്റെ ചബ്ബി ഫേസ് ഒക്കെ കണ്ടപ്പോൾ ലോഹിയാങ്കള് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് മഞ്ജു ചേച്ചിയുടെ കൂടെ ആ മൂവി ചെയ്തു. ഇപ്പൊ കടുത്തോ അത് ഇനി പറഞ്ഞ കളിയൂഞ്ഞാല് മാളച്ചേട്ടന്റെ മക്കളായിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്തത്. അതില് ശാലിനി ചേച്ചിയും ശോഭന മാമിന്റെ ഒക്കെ കൂടെ. അത് കഴിഞ്ഞ് കുറേ മൂവീസ്. അത് കഴിഞ്ഞ് ക്രോണിക് ബാച്ചിലർ, അതില് ഇന്ദ്രജയുടെ ചെറുപ്പമായിട്ട് ഞാൻ കാരണമാണ് ബാച്ചിലർ ആയത്. ബ്രഹ്മചാരി, മിസ്റ്റർ ബ്രഹ്മചാരി, അതില് മീനയുടെ സിസ്റ്ററായിട്ട് അങ്ങനെ പിന്നെയും ചെയ്തു. ഇപ്പൊ ഡാൻസർ കൂടെയാണ്. ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് ഡോംബോസ്കോ സ്കൂളുണ്ട്. അപ്പൊ അവിടുത്തെ ആനുവൽ ഡേക്ക് ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കും. പ്രസ് മീറ്റിലാന്ന് തോന്നുന്നു നിവിയെ സംസാരിക്കുന്നതിന്റെ താഴെ ഒരു കമന്റ്, എന്റെ ഡാൻസ് ടീച്ചറാണ് അതെല്ലാം ഡോംബോസ്കോ സ്റ്റുഡൻസ് ആണ്. എല്ലാവരുടെയും സ്നേഹമയ്യായ ടീച്ചറാണ്. മക്കളുണ്ടല്ലോ നിവിയക്ക്. അപ്പൊ മക്കള് കുഞ്ഞ് നിവിയനെ കാണുന്നത് എന്താ? ആ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയായിരിക്കും? മോളിടയ്ക്ക് പറയും, അമ്മ ചിലപ്പോ എന്നെ പോലെ ഉണ്ടല്ലോ, അവളെ പോലെ ചില സമയത്ത് ഇരിക്കണം. ഓരോ മൂവിയിലും എന്റെ ഫിഗർ ഓരോ ടൈപ്പാ. കാര്യം അതായത് ഞാൻ വളർന്നു വരുന്ന കറക്റ്റായിട്ട് ആ ഏജ് ഡിഫറൻസ് എല്ലാം മൂവീസിൽ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവള് ചില മൂവീസ് കാണുമ്പോ അമ്മ എന്നെ പോലെയാണല്ലോ ഇരിക്കുന്നേന്ന് പറയും. ചിലപ്പോ മോനായിരിക്കും പറയുന്നത്, അമ്മ എന്നെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. ചില ടൈമില് മോനെ പോലെയും ചില ടൈമില് മോളെ പോലെയും. ഇടയ്ക്ക് സ്ലിം ആവും, ഇടയ്ക്ക് നല്ല തിരിച്ച് ഫാറ്റ് ആവും.
അപ്പൊ അങ്ങനെ പറയും. അവര് ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ മൂവി കാണാൻ. മോളാണെങ്കിൽ ഇതിലെല്ലാ പാട്ടുകളും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുക. സമ്മറിൻ ബദ്ലേം എനിക്ക് തോന്നുന്നു ഈ സ്റ്റാർസിന്റെ എല്ലാം ഏറ്റവും പ്രൈം ടൈമിൽ അവരെല്ലാം ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമായിരുന്ന സമയത്ത് ചെയ്തൊരു മൂവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാണുമ്പോൾ മഞ്ജേച്ചി ആയാലും എന്തൊരു സുന്ദരി അതിനകത്ത്, അതുപോലെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നിവിയനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭംഗിയോടെ ഇനി ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നത് ഏത് സീനായിരിക്കും? അതിലെ സോങ്സ് തന്നെയാണ്. ഇപ്പൊ ചൂളമടിച്ചു പാട്ടായാലും കുരുമണിക്കൂട്ടില പാട്ടായാലും അത് ആ ബിഗ് സ്ക്രീനിൽ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ഇന്ത്യൻ അറ്റയർ ഒക്കെ കുറെ നിങ്ങൾക്ക് എല്ലാം കുറെ ഡ്രസ്സപ്പ് ചെയ്യാൻ കുറെ അവസരങ്ങൾ കിട്ടും. യൂണിഫോം ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നില്ലേ? മഞ്ഞ കിട്ടും ചെയ്തു കേട്ടോ. They were kind enough to give it us. Give all of it to us. അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു സുവനിയർ പോലെ എല്ലാം പോയി. അതിന്റെ വാല്യൂ അറിഞ്ഞില്ല. I feel bad. ആക്ച്വലി നിങ്ങളുടെ കുട്ടിപ്പട്ടാളത്തിന്റെ കൂട്ടുകാരൻ മോനായി ആയിരുന്നു. വി മിസ് ഹിം. മണിച്ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നു. മണിച്ചേട്ടന്റെ കൂടെയുള്ള എന്തെങ്കിലും മെമ്മറി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും മൊമെന്റ്സ്? ഞങ്ങളുടെ ഇപ്പം അല നേരത്തെ പറയുന്നുണ്ട്, ശരിയാണ്, ഒരു ബിഗ് ബ്രദർ ആയിരുന്നു. ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള ഒരു ബ്രദർ. മാത്രമല്ല നമുക്ക് ഈ ഫുള്ള് തമാശ, നമ്മൾ എന്താ പറയുന്നത്, കെയറിങ്ങും ആ തമാശയും കൊണ്ട് ഫുൾ ത്രൂ ഔട്ട് അവിടെ ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ടൈം പോകുന്നത് അറിയില്ലായിരുന്നു. അതാണ് ബിഗ്ഗസ്റ്റ് മെമ്മറി അവിടെ. ബിഗ്ഗസ്റ്റ് മെമ്മറി ആൻഡ് ബിഗ്ഗസ്റ്റ് ലോസ് ഇപ്പൊ അതാണ്. അതുപോലെ സുകുമാരി അമ്മ ആയാലും മയൂരി, നിങ്ങളുടെ കസിൻ സിസ്റ്റർ ആയിട്ട് അഭിനയിച്ച മയൂരി ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഇല്ല. സുകുമാരി മാമിനോടൊക്കെ സംസാരിക്കാനൊക്കെ അങ്ങനെയൊക്കെ പോയി ഇരിക്കുവായിരുന്നു നിങ്ങൾ കഥകളൊക്കെ? അമ്മയുടെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കും നമ്മളിരിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കി തരാനായാലും, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് ഉണ്ടാവും അതിനുള്ള മെഡിസിൻസ്. നമ്മൾ വേറെ ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞത് ടേക്ക് കെയർ ചെയ്യണത്, കഴിച്ചോ, ഈ നിലം മരുന്ന് കഴിച്ചോ, അതൊക്കെ എല്ലാം സുകുമാരി അമ്മ. അതായത് ഒരിക്കലും നമ്മളൊരു ഫാമിലി കെട്ടുക, നമ്മുടെ ഗ്രാൻഡ്മയൊക്കെ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യും അതേപോലെ തന്നെ നമ്മളോടായാലും നമ്മുടെ പാരന്റ്സിനോടായാലും. ഇപ്പൊ എന്റെ അമ്മ ആസ്മ പേഷ്യന്റ് ആണ്. അപ്പൊ മമ്മിക്ക് കുറച്ച് തണുപ്പൊക്കെ വരുമ്പോ, കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോ മമ്മി ഹോസ്പിറ്റലിൽ പോകുമ്പോ അമ്മ കെയർ ചെയ്യും. അപ്പൊ മോൾ ഇവിടെ നിന്നോട്ടെ, പൊയ്ക്കോളൂ, പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനുവേണ്ടി മമ്മിയുടെ കൂടെ ഒരാളെ വിടും. ആ സുകുമാരി അമ്മ ഒറ്റയ്ക്ക് വിടത്തില്ല. അപ്പൊ അത്രയും നമ്മളെല്ലാവരെയും ഫുൾ ഹോൾ യൂണിറ്റിനെ കെയർ ചെയ്ത് ശരിക്കും ഒരു അമ്മ എങ്ങനെയാണോ, അതായത് സുകുമാരി അമ്മയ്ക്ക് എല്ലാവരും മക്കളാ. അപ്പൊ മക്കളെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ. അമ്മയുടെ ഒരു ഫേമസ് കോഫി എന്ന് പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞാൻ ആക്ച്വലി അവിടെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആന്റിയുടെ കൂടെ പിന്നെ മെഡിക്കൽ സാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തായിരുന്നു. അപ്പൊ ത്രൂ ഔട്ട് അതില് ആന്റി ഒരു അമ്പലത്തിൽ വന്ന് പെടുന്നതായിട്ട് ലാലങ്ക്ലൂ ഉണ്ടാവും പടത്തില്. അങ്കിളുടെ മൂവിയാണത്. അപ്പോൾ ഒരു കോഫി ഉണ്ടാക്കി തരും. അതൊരു അമ്പലത്തിലായിരുന്നു, കൊല്ലത്ത് വെച്ചിട്ട്. അപ്പൊ ആന്റി ത്രൂ ഔട്ട് ആ ഒരു നല്ല കടുപ്പത്തില് നല്ല കട്ടിപ്പാലില് ഒരു കോഫി ഉണ്ടാക്കി തരും. അത് അടിപൊളി, ഭയങ്കര ടേസ്റ്റാണ് ആ കോഫി. അത് എല്ലാവർക്കും കൊടുക്കും. ഓക്കെ, അപ്പൊ അവരെയും നമുക്ക് വീണ്ടും സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരമാണ് അല്ലേ? ലുക്കിംഗ് ഫോർവേഡ്. കാരണം എനിക്ക് തോന്നുന്നു മിക്ക ആർട്ടിസ്റ്റുകളും റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൂവി ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു പേര് സമ്മറിൻ ബത്ലഹേമാണ്. ഈവൻ സുരേഷ് ഗോപി സാറും ഒരു ഇന്റർവ്യൂല് റീസെന്റ് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് ഈ ന്യൂസ് വന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നോ നിരഞ്ജനായിട്ട് വരുന്നത് മോഹൻലാൽ സാർ ആയിരിക്കും? ക്യാരക്ടർ ഉണ്ടെന്ന് പോലും അറിയില്ല. മൂവി കണ്ടപ്പോഴാണ് നിരഞ്ജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടെന്നും അത് ലാലേട്ടനാണ് ചെയ്തതെന്നും നമ്മൾ അറിഞ്ഞത്. ലാലേട്ടൻ ഒരു ക്യാമിയോ റോളാണ്, ഇത് തിയേറ്ററിൽ കയ്യടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നൊക്കെ അറിയായിരുന്നു. ഞങ്ങളും കൈയടിച്ചു ലാലേട്ടനെ കണ്ടപ്പോ. ലാലേട്ടനോ സങ്കടമാണ് ഇപ്പൊ തോന്നിയത്. ഞങ്ങൾ ആ സീനിൽ ഇല്ലാണ്ടായി പോയില്ലേ. അത്രയും ദിവസം നമ്മൾ അതിൽ വർക്ക് ചെയ്തിട്ട് ലാലേട്ടന്റെ കൂടെ ഒരു ഷോട്ട് നമുക്ക് ആർക്കും കിട്ടിയില്ല. നമുക്ക് സങ്കടം അപ്പൊ തോന്നിയത്. എല്ലാവരും ഇനി മലയാളത്തിൽ റിലീസ് ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു 3 സിനിമകളുടെ പേര് ഓരോരുത്തരും പറഞ്ഞു. ഞാൻ സീരിയസ് മൂവി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് സദയം തിയേറ്ററിൽ കാണണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പെട്ടെന്ന് കോമഡി എന്റർടൈനർ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് കല്യാണരാമനൊക്കെ കാണണം എന്ന് ആഗ്രഹം. കിരീടം, I think it would be really nice. Even music is very, very nice. ഞാനും കോമഡി ഇഷ്ടപ്പെടുന്ന ആളാ. എനിക്ക് പഞ്ചാബി ഹൗസ്. Alright, so it was really nice talking with you all. നിങ്ങൾക്ക് ഇനിയും സ്ക്രീനിൽ നിങ്ങളെ കാണാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഞങ്ങൾക്കും വലിയ ഭാഗ്യമാണ്. അത്രയും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് സമ്മറിൻ ബത്ലഹേം വീണ്ടും തരട്ടെ. താങ്ക് യു സോ മച്ച്. Thank you.